ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള 5 ടെസ്റ്റ് മത്സരങ്ങളുടെ ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് നാളെ തുടക്കം കുറിക്കാൻ പോവുകയാണ്. പെർത്തിലെ ഓപ്റ്റസ് സ്റ്റേഡിയത്തിലാണ് ആദ്യ ടെസ്റ്റ് മത്സരം ആരംഭിക്കുന്നത്. ടെസ്റ്റ് മത്സരത്തിന് മുന്നോടിയായി പെർത്തിലെ പിച്ച് എങ്ങനെയായിരിക്കും, പേസർമാരെ സഹായിക്കുന്ന പിച്ചായിരിക്കും ഒരുക്കിയിരിക്കുന്നതെന്നാണ് പെർത്തിലെ ക്യൂറേറ്റർ ആയിട്ടുള്ള ഐസക് മക്ഡൊണാൾഡിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഈ ഒരു ടെസ്റ്റ് പരമ്പരയ്ക്ക് ഒരു കാലത്തുമില്ലാത്ത ഒരു ഹൈപ്പാണ് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലൂടെയെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച 2 ടെസ്റ്റ് പ്ലേയിങ് നേഷൻസ് മാറ്റുരയ്ക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ആഷസ് എന്ന് പറയുന്ന ഒരു സീരീസ് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു സീരീസാണ്. അത് ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിലാണ്. പക്ഷേ കഴിഞ്ഞ ഒരു 2 ദശാബ്ദ കാലമായിട്ട് ഈ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും മികച്ച പോരാട്ടങ്ങൾ നടക്കുന്നത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരങ്ങളിലൂടെയാണ്. നമുക്കറിയാം, ക്രിക്കറ്റിന്റെ ഒരു പോരാട്ടങ്ങളുടെ പോരാട്ടം അല്ലെങ്കിൽ അതിന്റെ ഒരു മർമ്മപ്രധാനമായ ഒരു മത്സരം എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളതാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ പലപ്പോഴും ഇപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണം ഒരു ബൈലാറ്ററൽ സീരീസ് നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം, ഈ അടുത്ത വർഷം നടക്കാൻ പോകുന്ന ചാമ്പ്യൻസ് ട്രോഫിക്ക് പോലും ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഇല്ല എന്നുള്ള നിലപാടിലാണ് ഇന്ത്യൻ ഗവൺമെന്റ്. അതുകൊണ്ട് തന്നെ ആ ഒരു ചാമ്പ്യൻസ് ട്രോഫി എങ്ങനെയായിരിക്കും നടക്കാൻ പോകുക എന്നുള്ളതിനെ പറ്റിയുള്ള ഊഹാപോഹങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പോരാട്ടങ്ങളുടെ പോരാട്ടം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് ഇന്ത്യ പാക് പോരാട്ടം ഇത്രത്തോളം ഒരു ശ്രദ്ധ പിടിച്ചു പറ്റുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ മത്സരങ്ങളുടെ ഒരു ക്വാളിറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ ഇരു ടീമുകളുടെയും ഒരു പെർഫോമൻസ് വെച്ചിട്ട് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരാട്ടം എന്ന് പറയുന്നത് ഈ ബോർഡർ ഗവാസ്കർ ട്രോഫി തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ലോക ക്രിക്കറ്റിൽ അതുപോലെ മുന്നിട്ട് നിൽക്കുന്ന 2 രാജ്യങ്ങളാണ്. എസ്പെഷ്യലി ഇന്ത്യ ഓസ്ട്രേലിയയിലേക്ക് ടൂർ ചെയ്യുകയും അവിടെ ഒരു ടെസ്റ്റ് പരമ്പര കളിക്കുകയും ചെയ്യുന്ന സമയത്ത് അതിന് മാറ്റ് കൂടുമെന്ന് പറയാതിരിക്കാനാവില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ, മേ ബി ഒരു 10 വർഷം മുന്നേ പോലും ഇന്ത്യ ഓസ്ട്രേലിയയിലേക്ക് ഒരു പരമ്പരയ്ക്കായിട്ട് പോകുമ്പോൾ, എസ്പെഷ്യലി ഒരു ടെസ്റ്റ് പരമ്പരയ്ക്കായിട്ട് പോകുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ടെസ്റ്റ് മത്സരം ജയിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 4 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയാണെങ്കിൽ ഒരു മത്സരം ജയിക്കാം, പിന്നെ അവർ 2-1, 3-1 ഇങ്ങനെ ജയിക്കുന്ന കാഴ്ചയായിരുന്നു സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ 2018 ഇതിന് വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയും ഇന്ത്യ ഓസ്ട്രേലിയയെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അവിടെ ഒരു പരമ്പരയിൽ തോൽപ്പിക്കുകയും ചെയ്തു. ആ ഒരു നേട്ടം 2020 ആവർത്തിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തു. അതോടുകൂടി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ശക്തമായ രാജ്യങ്ങളിലൊരാളായ ഓസ്ട്രേലിയക്കെതിരെ ഇങ്ങനൊരു വിജയം നേടിയെടുക്കാനായിട്ട് സാധിച്ചതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് മേലുള്ള പ്രതീക്ഷകളും വർദ്ധിച്ചു വരികയാണ്. പക്ഷേ ഈ പ്രാവശ്യം നമ്മളിപ്പോൾ ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിക്കായിട്ട് പോകുന്ന സമയത്ത് ആരാധകരുടെ പ്രതീക്ഷകൾ എന്ന് പറയുന്നത് അത്രത്തോളം ഒരു വലിയ പ്രതീക്ഷകളല്ല ഇന്ത്യൻ ടീമിന്റെ ഭാഗത്ത് ഉള്ളത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതിന് തൊട്ട് മുമ്പ് നടന്ന ന്യൂസിലൻഡുമായിട്ടുള്ള ഒരു ഹോം ടെസ്റ്റ് സീരീസിൽ ഇന്ത്യ 3-0 പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഒരു 3 ടെസ്റ്റുകളുടെ പരമ്പരയിൽ ആദ്യമായിട്ടായിരിക്കും ഏതെങ്കിലും ഒരു ടീമായിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇന്ത്യ 3-0 പരാജയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആരാധകർ ഇന്ത്യൻ ടീമിനെ എഴുതി തള്ളിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിക്കായിട്ട് തയ്യാറെടുക്കുന്നത്. ഇന്ത്യൻ ആരാധകരെ കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. കാര്യം അവർ ക്രിക്കറ്റിനെ കാണുന്നത് അത്രയും ഒരു വികാരപരമായിട്ടാണ് എന്നുള്ളതാണ്. ഇന്ത്യൻ ടീം തോൽക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവരുടെ സൂപ്പർ സ്റ്റാറുകൾ ഒരു അണ്ടർ പെർഫോം ചെയ്യുന്നത് ഒരിക്കലും ഇന്ത്യൻ ആരാധകർക്ക് ഒരു ഒരു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് കൊണ്ടാണ് ആരാധകർ അങ്ങനെയെല്ലാം പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓസ്ട്രേലിയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ടഫായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന രാജ്യങ്ങളിൽപ്പെട്ട ഒരു ടീമാണ് ഓസ്ട്രേലിയ. അവരുടെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു ജീനിലുള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ പോരാട്ട വീര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓസ്ട്രേലിയ ലോക ക്രിക്കറ്റിൽ ഇത്രയും കിരീടങ്ങളെല്ലാം നേടിയിരിക്കുന്നതും. ഒരു ഇഞ്ച് നമ്മൾ വിട്ടുകൊടുക്കുകയാണെങ്കിൽ മത്സരത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് ഓസ്ട്രേലിയൻ ടീമിനെതിരെ വളരെ വളരെ ദുഷ്കരമായിട്ടുള്ള കാര്യമായിരിക്കും. മത്സരത്തിന്റെ ഒരു ഘട്ടത്തിലും മത്സരം കൈവിട്ടു പോവാതെ അല്ലെങ്കിൽ കൈവിട്ടു പോയ മത്സരം തിരിച്ചു പിടിക്കാനുള്ള അവരുടെ മിടുക്ക് പലപ്പോഴായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായി ഏത് വിധേനയും മത്സരം ജയിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജി, അതിന് നല്ലതോ ചീത്തയോ എന്നൊന്നുമില്ല, എങ്ങനെയും മത്സരം ജയിക്കുക. കാരണം അവരുടെ ഒരു രാജ്യത്തെ പറ്റി പറയുകയാണെങ്കിൽ, അവിടുത്തെ ആളുകളുടെ ഒരു ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് തോൽവി എന്ന് പറയുന്നത് അവർക്ക് ആക്സെപ്റ്റബിളേ അല്ല എന്നുള്ളതാണ്.
ഏത് വിധേനയും ജയിക്കുക, അതിനുവേണ്ടി എന്ത് തന്ത്രം വേണമെങ്കിൽ അവർ ഉപയോഗിക്കും എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇന്ത്യൻ ടീമിനെ പോലെയുള്ള പല രാജ്യങ്ങളും ഇതുപോലെ ഓസ്ട്രേലിയയിലേക്ക് പര്യടനം നടത്തുന്ന സമയത്ത് അവരുടെ മീഡിയ, അതുപോലെ മുൻ താരങ്ങൾ എല്ലാവരും തന്നെ മാനസികമായിട്ട് ആ വരുന്ന ട്രാവലിംഗ് ടീമിനെ കീഴ്പ്പെടുത്താനായിട്ടാണ് ആദ്യം ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യയുടെ ഈ ടൂറിലൊക്കെ അതൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യൻ ടീം അവിടെ കാലുകുത്തിയ സമയത്ത് അവിടുത്തെ പത്രങ്ങളിൽ വിരാട് കോഹ്ലിയെയും അതുപോലെ തന്നെ യശസ്വി ജയ്സ്വാളിനെയൊക്കെ പറ്റി വന്ന വലിയ വാർത്തകളൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. കാരണം 2 പരമ്പരകൾ ഇന്ത്യ ജയിച്ചു എന്നുള്ളത് ഒരു കാരണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് IPL കളിക്കുക എന്നുള്ളത് എല്ലാ ഓസ്ട്രേലിയൻ താരങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ താരങ്ങളെ സ്ലെഡ്ജ് ചെയ്യുന്ന രീതിയിൽ വരെ വലിയ വ്യത്യാസങ്ങൾ സംഭവിച്ചിരിക്കുന്നു. 2008-നോ 10-നോ മുമ്പുണ്ടായിരുന്ന ഒരു സ്ലെഡ്ജിങ് രീതിയല്ല ഇന്ന് ഓസ്ട്രേലിയൻ താരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഫാസ്റ്റ് ബോളർമാർ പോലും ഇന്ത്യൻ ബാറ്റർമാർക്കെതിരെ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം അവർക്ക് ഡെഫിനറ്റായിട്ടും IPL കളിക്കാൻ വരുമ്പോൾ നല്ല മികച്ച ഓഫറുകളും അല്ല ടീമുകളും ഒക്കെ ലഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കണം െങ്കിൽ ഡെഫിനറ്റായിട്ടും അങ്ങനെ തന്നെ പെരുമാറേണ്ടിയിരിക്കുന്നു എന്ന് ഓസ്ട്രേലിയൻ താരങ്ങൾ വരെ പഠിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഓസ്ട്രേലിയ ഏത് വിധേനയും ജയിക്കുന്ന ടീമാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഏത് വിധേനയും കളിയെ സമീപിക്കുന്ന ഒരു ടീമാണെന്ന് പറയുമ്പോൾ ഒരുപാട് ഇൻസ്റ്റൻസസ് എനിക്ക് അതിൽ പറയാനായിട്ട് സാധിക്കും. അതിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് 1981 അണ്ടറാം ബൗളിംഗ് ആണ്. ആ അണ്ടറാം ബൗളിങ്ങിനെ പറ്റി ഞാൻ പറയുമ്പോൾ, അന്ന് ഓസ്ട്രേലിയൻ ക്യാപ്റ്റനായിരുന്ന ഗ്രേഗ് ചാപ്പൽ, പിന്നീട് അദ്ദേഹം 2005-6 കാലഘട്ടത്തിലൊക്കെ ഇന്ത്യയുടെ കോച്ചായിട്ട് വന്നിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ 1981 ഓസ്ട്രേലിയയും ന്യൂസിലൻഡും തമ്മിലുള്ള ഒരു വേൾഡ് സീരീസ് കപ്പിന്റെ ഫൈനൽ. അന്ന് ഫൈനൽ എന്ന് പറഞ്ഞാൽ 3 മത്സരങ്ങളും 5 മത്സരങ്ങളും ബെസ്റ്റ് ഓഫ് 3, ബെസ്റ്റ് ഓഫ് 5 എന്നുള്ള രീതിയിലായിരുന്നു. അതിൽ ആദ്യത്തെ മത്സരം ന്യൂസിലൻഡ് ജയിക്കുകയും രണ്ടാമത്തെ മത്സരം ഓസ്ട്രേലിയ ജയിക്കുകയും ചെയ്തു. മൂന്നാമത്തെ മത്സരത്തിലാണ് മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവം ഉണ്ടാവുന്നത്. അത് അണ്ടറാം ബൗളിംഗ് ആയിരുന്നു. അണ്ടറാം ബൗളിംഗ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ബോളിൽ ജയിക്കാനായിട്ട് ന്യൂസിലൻഡിന് വേണ്ടിയിരുന്നത് 7 റൺസാണ്. അതായത് ഒരു 6 നേടിയാൽ പോലും മത്സരം ടൈ ആവുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ അന്ന് ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്ന ഗ്രേഗ് ചാപ്പൽ, അദ്ദേഹത്തിന്റെ തന്നെ അനിയനായിട്ടുള്ള ട്രെവർ ചാപ്പലാണ് ആ ഒരു ഓവർ 50ാമത്തെ ഓവർ എറിഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിനോട് ആ ഒരു ബോള് അണ്ടറാമായിട്ട് എറിയാനായിട്ട് പറയുകയായിരുന്നു. അണ്ടറാം എന്ന് പറഞ്ഞാൽ ഉരുട്ടി വിടുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതി അന്ന് അങ്ങനെ എറിയാൻ പാടില്ല എന്നുള്ളൊരു നിയമം ക്രിക്കറ്റിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രെവർ ചാപ്പൽ അങ്ങനെ ഒരു ബോൾ അണ്ടറാം എറിയുകയും ന്യൂസിലൻഡ് ആ മത്സരത്തിൽ പരാജയപ്പെടുകയും അതിനെതിരെ വലിയ വിമർശനങ്ങൾ ഓസ്ട്രേലിയക്കെതിരെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഏതായാലും മത്സരം ഓസ്ട്രേലിയ ജയിച്ചതായിട്ട് അന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രമല്ല, ഇതുപോലെ ഏത് വിധേനയും മത്സരത്തിനെ ജയിക്കാനായിട്ട്, മത്സരത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ശ്രമിക്കുന്ന ടീമാണ് ഓസ്ട്രേലിയ എന്ന് പറയാൻ വേണ്ടി മാത്രം ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഏതായാലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് അവിടെ ജയിക്കണമെങ്കിൽ ഇന്ത്യയുടെ തന്ത്രങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കണം എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മാനസികമായിട്ട് ഒരു ഘട്ടത്തിലും ഓസ്ട്രേലിയക്ക് ഒരു മുൻതൂക്കം നൽകാതിരിക്കുക. എപ്പോഴെങ്കിലും ഒരു സൂചി കുത്താനുള്ള ഒരു ഇടം കൊടുത്താൽ അവിടെ നിന്ന് കളി ജയിക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവുള്ള ടീമാണ് ഓസ്ട്രേലിയ. അതുകൊണ്ട് തന്നെ ഒരു ഇഞ്ച് സ്ഥലം പോലും വിട്ടുകൊടുക്കാതെ എപ്പോഴെങ്കിലും നമ്മുടെയൊക്കെ കയ്യിൽ നിന്ന് മത്സരം 1-2 വിക്കറ്റുകൾ മുൻതൂക്കം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന സമയത്ത് പോലും തിരിച്ചടിക്കാനും മത്സരത്തിലേക്ക് തിരിച്ചു വരുവാനും ഇന്ത്യക്ക് സാധിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം മാനസികമായിട്ടുള്ള ഒരു മുൻതൂക്കമാണ് ഇന്ത്യക്ക് ഏറ്റവും വേണ്ടത്, പരമപ്രധാനമായി വേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ബാറ്റിങ്ങിൽ, ഇന്ത്യയുടെ ഈ ടോപ്പ് 4 വരുന്ന ബാറ്റർമാർ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2018-ലും 20-ലും ഇന്ത്യ പരമ്പര ജയിച്ചപ്പോൾ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ആ 2 പരമ്പരകളിലും വിരാട് കോഹ്ലിയുടെ ആ 2018-ലെ എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രകടനം, അതിനെ ഒപ്പം നിന്ന് അല്ലെങ്കിൽ 4 മത്സരങ്ങളിൽ 3 സെഞ്ചുറികൾ നേടിക്കൊണ്ട് കിടയറ്റ ഒരു പ്രകടനം കാഴ്ചവെച്ച ചേതേശ്വർ പൂജാരയുടെ ഒരു പ്രകടനം, ഈ 2 പ്രകടനങ്ങളാണ് 2018-ലെ ആ ഒരു ബോർഡർ ഗവാസ്കർ ട്രോഫി ഇന്ത്യക്ക് നേടിത്തന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 2020-ലെ പരമ്പരയിൽ, ആ പരമ്പരയിലും ഇന്ത്യക്ക് ടോപ്പ് ഓർഡറിൽ നല്ല പ്രകടനങ്ങൾ പല താരങ്ങളുടെ ഭാഗത്തു നിന്നും വന്നിരുന്നു. നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ആ പരമ്പരയിലും ചേതേശ്വർ പൂജാരയ്ക്ക് സാധിച്ചിരുന്നു. നല്ല കുറച്ച് പ്രകടനങ്ങൾ ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്ന അജിങ്ക്യ രഹാനെ കാഴ്ചവെച്ചിരുന്നു. ടോപ്പ് ഓർഡറിൽ മായങ്ക് അഗർവാളിന്റെ ഭാഗത്തു നിന്ന് ചില പ്രകടനങ്ങൾ വന്നിരുന്നു. ഇതെല്ലാം കൂടി ചേർന്നപ്പോഴാണ് ഇന്ത്യക്ക് നല്ല ഒരു റിസൾട്ട് ആ പരമ്പരയിൽ ലഭിച്ചത്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യൻ ഒരു ലോവർ മിഡിൽ ഓർഡറിന്റെ ബാറ്റിംഗ് ആയിരുന്നു. ലോവർ മിഡിൽ ഓർഡർ ഇന്ത്യയുടെ വിക്കറ്റ് നഷ്ടപ്പെട്ടാൽ പോലും ഈ ബൗൺസി ആയിട്ടുള്ള പിച്ചുകളിൽ പിടിച്ചു നിൽക്കാനുള്ള ഇന്ത്യൻ ലോവർ മിഡിൽ ഓർഡർ കാണിച്ച ഒരു ഗട്ട്സ്, അതാണ് അന്ന് ഇന്ത്യക്ക് ഈ പരമ്പര നേടിക്കൊടുത്തത്. ഋഷഭ് പന്തിന്റെ ആ ഒരു ലാസ്റ്റ് മാച്ചിലെ ഗാബയിലെ അദ്ദേഹത്തിന്റെ ഒരു എക്സലന്റ് ആയിട്ടുള്ള ഇന്നിങ്സ്, അതിന് ഒരു മേമ്പൊടി ചേർക്കുന്ന വിധത്തിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് ഇനീഷ്യലി ആദ്യം 1 ഡൗൺ വന്ന് ശുഭ്മാൻ ഗിൽ നേടിയ ഒരു 91 റൺസ്, ഇതെല്ലാമായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിനേക്കാളും ഒക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പല
ഘട്ടങ്ങളിലും ഹനുമ വിഹാരിയും അതുപോലെ തന്നെ ശാർദുൽ താക്കൂറും വാഷിംഗ്ടൺ സുന്ദറും രവിചന്ദ്രൻ അശ്വിനും ആ മിഡിൽ ഓവേഴ്സിൽ വന്നിട്ട് അല്ലെങ്കിൽ ആ ഒരു ലോവർ മിഡിൽ ഓർഡർ ബാറ്റിംഗിൽ വന്നിട്ട് ഇന്ത്യക്ക് നൽകിയ ഒരു പ്രകടനങ്ങൾ, അതാണ് ഇന്ത്യയെ ആ ഒരു പരമ്പര വിജയിപ്പിക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് മാറിയിട്ടുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ഈ ന്യൂസിലൻഡ് പരമ്പരയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ലോവർ മിഡിൽ ഓർഡറിന്റെ ഭാഗത്ത് നിന്ന് റൺസ് വരാത്തതാണ് ഇന്ത്യയുടെ പരാജയ കാരണമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മൂന്നാമത്തെ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നത്, ഓസ്ട്രേലിയയുടെ ഏറ്റവും മികച്ച ബാറ്റർമാരായിട്ടുള്ള രണ്ടുപേരും ഒട്ടും ഫോമിലല്ല എന്നുള്ളത് നമുക്കറിയാം. അതായത് സ്റ്റീവ് സ്മിത്ത് ആയിക്കോട്ടെ, മാർണസ് ലാബുഷേൻ ആയിക്കോട്ടെ, ഇവർ രണ്ടുപേരും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒട്ടും തന്നെ ഫോമിലല്ല. നമ്മുടെ വിരാട് കോഹ്ലിയെ പോലെ തന്നെ കുറച്ചൊരു ഔട്ട് ഓഫ് ഫോം ആയിട്ട് നിൽക്കുന്ന രണ്ട് താരങ്ങളാണ് അവരെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ രണ്ട് ബാറ്റർമാരെ അതുപോലെ തന്നെ പിടിച്ചു നിർത്താനായിട്ട് ഇന്ത്യൻ ബൗളർമാർക്ക് സാധിക്കുകയാണെങ്കിൽ വലിയ സ്കോറിലേക്ക് പോവുക എന്നുള്ളത് ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ദുഷ്കരമായിരിക്കും. കാരണം പിന്നീട് വരുന്ന ബാറ്റർമാർ അല്ലെങ്കിൽ അതിന് മുന്നുള്ള ബാറ്റർമാരെല്ലാവരും സ്ട്രോക്ക് പ്ലേയേഴ്സ് ആണ്. ഒരു വലിയ ഇന്നിങ്സ് കെട്ടിപ്പടുക്കാൻ കഴിയുന്നവരല്ല. ഇപ്പോൾ ട്രാവിസ് ഹെഡ് ആയിക്കോട്ടെ, മിച്ചൽ മാഷ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള താരങ്ങളെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ താരതമ്യേന പുതുമുഖ താരമായ നത്താൻ മെക്സ്വീനി ഓപ്പണിംഗ് ബാറ്ററാണ്, ഇവരെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരൊന്നും വലിയൊരു സ്കോർ പടുത്തുയർത്താനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം. സെഞ്ചുറി നേടാനൊക്കെ സാധിക്കുമായിരിക്കും, പക്ഷേ ഒരു ഡബിൾ സെഞ്ചുറിയൊക്കെ നേടാനായിട്ട് സാധിക്കുന്ന താരങ്ങളാണോ എന്ന് സംശയമുണ്ട്. അതിന് പറ്റുന്ന രണ്ട് താരങ്ങൾ എന്ന് പറയുന്നത് മാർണസ് ലാബുഷേനും സ്റ്റീവൻ സ്മിത്തുമാണ്. ഈ രണ്ടുപേരെയും പിടിച്ചു നിർത്താൻ ഇതേപോലെ തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചാൽ ഇന്ത്യക്ക് വീണ്ടും ഒരു പരമ്പര നേടാനായിട്ട് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും എന്തൊക്കെ പറഞ്ഞാലും ഈ പരമ്പരയിലെ ഇന്ത്യയുടെ തുറുപ്പ് ചീട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ ബൗളിങ്ങിൽ ജസ്പ്രീത് ബുംറ തന്നെയാണ്. ജസ്പ്രീത് ബുംറയുടെ ഒരു പ്രകടനം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ അനുസരിച്ചിട്ടായിരിക്കും ഈ പരമ്പര മുന്നോട്ട് പോകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ജസ്പ്രീത് ബുംറയെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനായിട്ട് ഇന്ത്യൻ ടീമിനും ഇന്ത്യൻ മാനേജ്മെന്റിനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.